ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ആഴ്ചയും പോലെ തന്നെ ഈ ആഴ്ചയും 7ഓളം മലയാള സിനിമകൾ തിയേറ്ററിലെത്തി. ഇതിൽ പ്രധാനമായും ഇന്നലെ ആഗസ്റ്റ് 30-ന് 6 സിനിമകളാണ് തിയേറ്ററിലെത്തിയത്. ഗോവിന്ദ് പത്മസൂര്യ നായകനായി റഷീദ് പാറയ്ക്കൽ തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത മനോരാജ്യം എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. ചിത്രം പൂർണ്ണമായും ഓസ്ട്രേലിയയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. മെൽബൺ ഉൾപ്പെടെ ഓസ്ട്രേലിയയിലെ ഒട്ടനവധി സ്ഥലങ്ങൾ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന ഈ സിനിമ വളരെ ലളിതമായി പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ഒന്നടങ്കം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചിത്രത്തിന് വളരെ കൂടുതൽ സ്ക്രീൻ കൗണ്ടൊന്നും കേരളത്തിൽ ലഭിച്ചിട്ടില്ലെങ്കിലും ലഭ്യമായ തിയേറ്ററുകളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന് പൊതുവെ നല്ല അഭിപ്രായം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇന്നലെ തിയേറ്ററിലെത്തിയ സിനിമകളിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത രണ്ടാമത്തെ സിനിമ ഭരതനാട്യമാണ്. കൃഷ്ണദാസ് മുരളി തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമ സൈജു കുറുപ്പാണ് നിർമ്മിച്ചിട്ടുള്ളത്. മികച്ച ഒരു ഫീൽ ഗുഡ് ഫാമിലി കോമഡി എന്റർടൈനർ സിനിമ എന്ന അഭിപ്രായം ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. സൈജു കുറുപ്പ്, കലാരഞ്ജനി, സായി കുമാർ, ശ്രീജ രവി എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. ഭരതൻ നായർ എന്ന മുഴുനീള കഥാപാത്രമായി സായി കുമാറും വൻ കാണികമോഷ്ടാവായ ശശിയായി സൈജു കുറുപ്പും ആദ്യ അവസാനം തകർത്ത് മിന്നുന്ന പ്രകടനമാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. എല്ലാവരെയും ഒരുപോലെ ചിരിപ്പിക്കുന്ന ആസ്വദിപ്പിക്കുന്ന ഈ സിനിമ സാമ്പത്തിക ലാഭം നേടിയെടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. തമിഴ് ആക്ഷൻ ഹീറോ അർജുൻ നായകനായി ആഗസ്റ്റ് 29-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് വിരുന്ന്. തമിഴിലും മലയാളത്തിലും ഒരേ സമയം റിലീസ് ചെയ്യപ്പെട്ട ഈ സിനിമ ആവറേജ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത്. അർജുനെ കൂടാതെ മുകേഷ്, നിക്കി ഗൽറാണി, ആശാ ശരത്ത് എന്നിവരാണ് ഈ സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ. ചിത്രം ആദ്യ ദിവസം 9 ലക്ഷം രൂപയും രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് 6 ലക്ഷം രൂപയുമാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് 15 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഓഗസ്റ്റ് 29 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത് മികച്ച അഭിപ്രായം നേടിയെടുത്ത് വൻ വിജയത്തിലേക്ക് നീങ്ങുന്ന തെലുങ്ക് സിനിമയാണ് സരിപ്പോത ശനിവാരം. ഈ സിനിമ സൂര്യ സാറ്റർഡേ എന്ന പേരിൽ തമിഴിലും മലയാളത്തിലും റിലീസ് ചെയ്തിട്ടുണ്ട്. വിവേകാത്രയെ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നാനി, SJ സൂര്യ, പ്രിയങ്ക മോഹൻ എന്നിവരാണ് പ്രധാന താരങ്ങൾ. ഒഫീഷ്യൽ റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ ആദ്യ ദിവസം നേടിയെടുത്തിരിക്കുന്നത് 24 കോടിക്ക് മുകളിലാണ്. എന്നാൽ ട്രാക്കർമാർ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ 20 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത്. രണ്ടാം ദിവസമായ വെള്ളിയാഴ്ചയും ഈ സിനിമ 20 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ദിവസം കൊണ്ട് 41 കോടി രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. മീര ജാസ്മിൻ നായികയായി VK പ്രകാശ് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 23-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പാലും പഴവും. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച UK ഉൾപ്പെടെ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലും റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി ഏകദേശം 48 ലക്ഷത്തോളം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. ശ്രദ്ധ കപൂർ നായികയായി അമർ കൗശിക് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 15-ന് തിയേറ്ററിലെത്തി വൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് സ്ത്രീ 2. ചിത്രത്തിന്റെ കളക്ഷൻ സംബന്ധമായ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് പോസ്റ്റർ നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു. അതേസമയം കഴിഞ്ഞ 3 ദിവസമായി ഈ ചിത്രത്തിന്റെ പോസ്റ്റർ പ്രസിദ്ധീകരണം വന്നിട്ടില്ല. എന്നാൽ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ 16 ദിവസം കൊണ്ട് 645 കോടി രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. കേവലം 55 കോടി രൂപ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നിലവിൽ നേടിയെടുത്തിട്ടുള്ളത്. കേരള ബോക്സ് ഓഫീസിൽ ഇത്രയും സിനിമകൾ റിലീസായെങ്കിലും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്നത് വാഴ എന്ന സിനിമ തന്നെയാണ്. വിപിൻ ദാസിന്റെ തിരക്കഥയിൽ ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 15-ന് തിയേറ്ററിലെത്തിയ ഈ സിനിമ ഇന്നലെ 16ാമത്തെ ദിവസമായ വെള്ളിയാഴ്ച പിന്നിടുമ്പോൾ കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് ഏകദേശം 26 കോടിക്ക് മുകളിലാണ്. ചിത്രം 16 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 32-33 കോടി റേഞ്ചിലാണ് നേടിയെടുത്തിരിക്കുന്നത്. ഓഗസ്റ്റ് 15-ന് തിയേറ്ററിലെത്തി വൻ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന മറ്റൊരു സിനിമ നുണക്കുഴിയാണ്. ബേസിൽ ജോസഫ് നായകനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഈ സിനിമ 16 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 14 കോടിയോളം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. ചിത്രത്തിന്റെ 16 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 22 കോടിക്ക് മുകളിലുമാണ്. വിജയ് നായകനായി വെങ്കട്ടപ്രഭു സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 5-ന് തിയേറ്ററിലെത്തുന്ന തമിഴ് സിനിമയാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. ലോകമെമ്പാടുമായി അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം കോടികൾ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമയുടെ കേരളത്തിലെ വിതരണാവകാശം ഏറ്റെടുത്തിരിക്കുന്നത് ഗോകുലം മൂവീസ് ആണ്. ഈ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കേരളത്തിലെ ചില തിയേറ്ററുകളിൽ നേരത്തെ ആരംഭിച്ചിരുന്നുവെങ്കിലും അതെല്ലാം വിതരണക്കാരായ ഗോകുലം മൂവീസിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥയാണ് നിലവിലുണ്ടായിട്ടുള്ളത്. ചിത്രത്തിന്റെ ആധികാരിക ബുക്കിംഗ് തീയതി ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ കേരളത്തിലെ ബുക്കിംഗ് സെപ്റ്റംബർ 1 നാളെ ഞായറാഴ്ച 11 മണിക്ക് ആരംഭിക്കും. അപ്പോൾ ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.